മലയോര മേഖലയിൽ കനത്ത മഴയാണ്. ഇരിട്ടി, ആറളം, പേരാവൂർ, കൊട്ടിയൂർ എന്നിവിടങ്ങളിൽ പുഴകളൊക്കെ നിറഞ്ഞു കവിഞ്ഞിട്ടുണ്ട്. ബാവലി പുഴ കരകവിഞ്ഞു. ആറളം പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറി. വിശദവിവരങ്ങളുമായി ഫെലിക്സ് ചേരുന്നു. ഫെലിക്സ്, ഗുഡ് മോർണിംഗ്. ഈ ഓണക്കാലമായിട്ട് പ്രകൃതി വല്ലാത്തൊരു കൊടും ചതിയാണല്ലേ കാണിക്കുന്നത്. എന്താണ് നിലവിലെ അവസ്ഥ? മഴ പെയ്യുന്നുണ്ടോ ശക്തമായി? മൊത്തം കണ്ണൂർ ജില്ലയുടെ മലയോര മേഖലയിലാണ് ഇന്നലെ രാത്രി മുതൽ അതിശക്തമായ മഴ അനുഭവപ്പെടുന്നത്. ഇന്നിപ്പോൾ മഴയ്ക്ക് ശമനമുണ്ട്, പക്ഷേ ഇടപെട്ട അതിശക്തമായ മഴ ഈ സമയത്തും ഈ മലയോര മേഖലയിൽ ലഭിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ ഇരിട്ടി, ആറളം, കൊട്ടിയൂർ, പേരാവൂർ തുടങ്ങിയ മേഖലകളിലാണ് അതിശക്തമായ മഴ അനുഭവപ്പെടുന്നത്. അങ്ങനെയാണ് ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ പലയിടങ്ങളിലും റോഡുകളിലടക്കം വെള്ളം കയറിയിട്ടുണ്ട്. ഈ പുഴകൾ പലതും കരകവിഞ്ഞു. പ്രത്യേകിച്ചും ബാവലി പുഴയാണ് കരകവിഞ്ഞൊഴുകുന്നത്. ഒപ്പം ഈ ആറളത്തേക്ക് പോകുന്ന പാലപ്പുഴ പാലത്തിന് മുകളിൽ വെള്ളം കയറി. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് അതിശക്തമായ മഴയും മലവെള്ളപ്പാച്ചിലും വന്നതോടുകൂടി ഈ പാലപ്പുഴ പാലത്തിൽ വെള്ളം കയറിയത്. ഒരുപക്ഷെ ആറളം വനമേഖലയിൽ ഉരുൾപൊട്ടിയിട്ടുണ്ടോ എന്നൊരു സംശയം കൂടി പങ്കുവെക്കുന്നുണ്ട്. വലിയ മലവെള്ളപ്പാച്ചിലാണ്. കലങ്ങി വെള്ളം ഒഴുകുന്നത് നമുക്ക് ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്നുമുണ്ട്. അപ്പോൾ ഇതാണ് ഒരു അവസ്ഥ. മാത്രമല്ല അതിശക്തമായ കാറ്റ് ഇന്നലെ രാത്രി മലയോര മേഖലയിലെ പലയിടങ്ങളിലും അനുഭവപ്പെടുകയും ചെയ്തു. ശക്തമായ മഴയ്ക്കൊപ്പം കാറ്റും ഉണ്ടാവുന്നത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയാണ് സൃഷ്ടിക്കുന്നതിലും മഴയ്ക്ക് വലിയ ശമനമില്ല. ഇടപെട്ട് അതിശക്തമായ മഴ ഈ സമയത്തും ഈ മലയോര മേഖലയിൽ ലഭിക്കുന്നുണ്ട്. അതേസമയം നഗരമേഖലയിൽ ഇപ്പോൾ കണ്ണൂർ, ഈ മലയോര മേഖല വിട്ടാൽ കണ്ണൂർ ടൗണ്, തളിപ്പറമ്പ് അടക്കമുള്ള മേഖലയിൽ ഇപ്പോൾ മഴയില്ല, മാനം തെളിഞ്ഞു നിൽക്കുന്നു. പക്ഷെ അതേസമയം മലയോര മേഖലയിലാണ് അതിശക്തമായ മഴ ഇന്നലെ രാത്രി മുതൽ തുടർച്ചയായി അനുഭവപ്പെട്ടത്. ഇന്നിപ്പോൾ രാവിലെ ആകുമ്പോൾ മഴ ഇടവിട്ടാണ് അതിശക്തമായ മഴ ഇപ്പോൾ ലഭിക്കുന്നത്. ഈ കൊട്ടിയൂർ അടക്കമുള്ള കൊട്ടിയൂർ മേഖലയിലാണ് റോഡുകളിലേക്കടക്കം വെള്ളം കയറി വാഹനയാത്ര പോലും വലിയ തടസ്സപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയിട്ടുള്ളത്. മണ്ണിടിച്ചിലടക്കം ചിലയിടങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ഈ ആറളം മേഖലയോട് പാലപ്പുഴയ്ക്ക് അടുത്തുള്ള സ്ഥലങ്ങളിൽ റോഡുകളിലേക്ക് മണ്ണിടിച്ച് വീണിട്ടുണ്ട്. പക്ഷെ അത് വലിയ ആശങ്ക സൃഷ്ടിക്കുന്നില്ല. ഈ ഓണക്കാലത്ത് അതിശക്തമായ മഴ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് വലിയ ആശങ്ക തന്നെയാണ് ആളുകളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുക. ശരി, ഫെലിക്സ് ആണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. കുത്തി ഒലിച്ചു പോവുകയാണ്. കാണാം. വാഹനങ്ങൾ ഇങ്ങനെ കടന്നു പോകുന്നത് ചെറിയ ആശങ്ക ഉണ്ടാക്കുന്നതാണ്. പ്രത്യേകിച്ച് ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്നുള്ള അഭ്യൂഹം നിലനിൽക്കുന്ന സമയത്ത് എത്ര ശക്തിയിലാണ് ഇനി ജലം ഒഴുകിയെത്തുക എന്നതൊന്നും നമുക്കറിയില്ല. ശരിയാണ്, ഓണക്കാലമാണ്. നൂറുകൂട്ടം കാര്യങ്ങൾക്ക് ആളുകൾക്ക് ഓടിയെത്തേണ്ടതുണ്ട്. പാലം അവിടെ നിൽക്കുന്നു എന്ന ബലത്തിലാണ് ഈ യാത്ര. പക്ഷേ എത്ര ഭയാനകമായ ശക്തിയിൽ ഒലിച്ചു പോകുന്ന ഒരു പുഴയ്ക്ക് കുറുകയാണ് ആ പാലം എന്നത് ആലോചിക്കേണ്ടതുണ്ട്. കുഞ്ഞുങ്ങളൊന്നും കടന്നു പോകാതിരിക്കാൻ പ്രത്യേക ശ്രദ്ധ വേണ്ടതുണ്ട്. വെക്കേഷൻ ആയതുകൊണ്ട് ഒരു പക്ഷേ അത്തരം ആശങ്കകൾ ഉണ്ടായിരിക്കില്ല. എന്നിരുന്നാലും ആ ദൃശ്യങ്ങൾ പേടിപ്പെടുത്തുന്നത് തന്നെയാണ്.